ഹലോ കൂട്ടുകാരെ, നമ്മൾ ന്യൂ ഇയറിൻ്റെ അന്ന് പുറത്തോട്ടൊക്കെ പോവാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പോയതെന്ന് വെച്ചാൽ കോവളം ബീച്ചിലേക്കാണ് കേട്ടോ. പ്രത്യേകിച്ച് പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാതാണ് ഇറങ്ങിയത്. നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ സ്ഥലങ്ങൾ അവിടെ പോവാം ഇവിടെ പോവാമെന്ന് പ്ലാൻ ചെയ്തത് തന്നെ. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവളത്തോട്ടാണ് കേട്ടോ. ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു, ഭയങ്കര തിരക്ക്. പിന്നെ അതേ അവിടെ മണലിൽ 2K25 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ 2025 വരവേൽക്കാൻ വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് കരയിലോട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെയൊക്കെ കുറേ നേരം നിന്നിട്ട് കപ്പലണ്ടിയൊക്കെ കഴിച്ച്, പിന്നെ ഇങ്ങനൊരു സാലഡ് മാതിരി ഒരു സംഭവം, എന്താണെന്ന് അറിയത്തില്ല അതിൻ്റെ പേര്, അങ്ങനൊരു സംഭവം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ലുലുവിലേക്കാണ് കേട്ടോ വന്നത്. ഇവിടെയും ഭയങ്കര തിരക്കൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ, നമ്മൾ പുറത്തുനിന്ന് കണ്ടപ്പം. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറി തിരിച്ച് വരുന്ന വഴിക്കാണ് നമ്മൾ ലുലുവിലോട്ട് കയറിയത്. ഫസ്റ്റ് അങ്ങോട്ട് പോകുമ്പം കയറാമെന്നാണ് കരുതിയത്, പക്ഷേ എന്തായാലും നേരെ നമ്മൾ കോവളത്തോട്ട് പോയി തിരിച്ച് വരുന്ന വഴിക്ക് ഇവിടെയും കയറി. അപ്പം ലുലുവിൽ വരുന്നതിൻ്റെ മെയിനായിട്ട് നമുക്കിത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാം. പിന്നെ ഹൈപ്പറിലൊന്ന് കയറണമായിരുന്നു കേട്ടോ, അതും മെയിനായിട്ട് ഉള്ള സംഭവമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് മെയിനായിട്ട് സ്റ്റുഡിയോയിലൊന്ന് കയറണമായിരുന്നു. അപ്പം പോത്തങ്കോട് പോകാമെന്നാണ് കരുതിയത്, പക്ഷേ നമ്മൾ ലുലുവിൽ പോവുകയാണല്ലോ എന്തായാലും, അപ്പോൾ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നേരെ അങ്ങോട്ട് പോയി. പിന്നെ കീച്ചെയിനും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറേ നിന്ന് നോക്കി കേട്ടോ. വാങ്ങിയതൊന്നുമില്ല. പിന്നെ ഇതേ നല്ല ഒരു അടാറ് ക്രിസ്മസ് ട്രീ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തോരം വലിപ്പമായിരുന്നു അറിയാമോ, അതിൻ്റെ മുകളിൽ വരെ ഉണ്ടായിരുന്നു. അത്രത്തോളം ഭംഗിയിൽ അവർ അത് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എങ്ങനെയാണോ എന്തോ ഇത്രയും സംഭവങ്ങളൊക്കെ ഈ ഒരു ഇത്രയും പെർഫെക്ഷനോട് കൂടി ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ കയറി അവിടുന്ന് എനിക്ക് മെയിനായിട്ട് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അതൊക്കെ എടുത്ത് കുറേ നേരം അവിടെ നിന്ന് കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ നോക്കി. കളക്ഷൻസൊക്കെ കുറവായിരുന്നു. ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡും കാര്യങ്ങളും ഒന്നും എനിക്കത്ര പിടിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ നോർമലി എടുക്കുന്ന ആ ഒരു ഷെയ്ഡിൻ്റെ ചെറിയൊരു ലൈറ്റ് ഷെയ്ഡാണ് എടുത്തത്. അപ്പം പ്രത്യേകിച്ചുള്ള കളറും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അതേ ഒരു കളറാണ് എടുത്തത്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഏകദേശം ഈ ഒരു കളറാണ്. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങുന്ന വഴിക്കാണ് കേട്ടോ നമ്മുടെ ലുലുവിലെ ഫേമസ് ആയിട്ടുള്ള റോൾ ഐസ്ക്രീം. അപ്പം കിവിയുടെ ഒരു ഫ്ലേവറാണ് വാങ്ങിയത്. അപ്പം അതൊക്കെ സെറ്റാക്കി. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ അത് ട്രൈ ചെയ്യുന്നത്. അതും കിവി നോർമലി കഴിക്കാൻ എനിക്കിഷ്ടമാണ്, പക്ഷേ അത്ര ടേസ്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. എന്നാലും നമ്മൾ അത് കഴിക്കേണ്ട നല്ലതാണെന്നും കരുതി കഴിക്കാറുണ്ട്. പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമൊന്നുമല്ല. പക്ഷേ ഈ ഐസ്ക്രീമിൽ അത് വന്നപ്പോഴത്തേക്കും വലിയ തെറ്റൊന്നുമില്ല കേട്ടോ. മധുരമൊക്കെ നന്നായിട്ട് കുറവാണ്. പിന്നെ നോർമലി അത്യാവശ്യം നല്ല ആ ഒരു കിവിയുടെ ഫ്ലേവർ എടുത്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് ഇഷ്ടമായി കേട്ടോ, ഒരുപാട് ഇഷ്ടമായി. പക്ഷേ ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഞാനിങ്ങനെ ഫോണിലൊക്കെ കണ്ടിട്ടേ ഉള്ളായിരുന്നു, ട്രൈ ചെയ്തതും ആദ്യമായിട്ടാണ്. എന്തായാലും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഈ സംഭവം എങ്ങനെയാണോ എന്തോ അത്ര പെട്ടെന്ന് ഫ്രീസായിട്ട് അവരതിങ്ങനെ കറക്റ്റിന് റോൾ ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ ഇത് അത്ര സോഫ്റ്റോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. പക്ഷേ ഞാൻ അങ്ങനെ ഇത് ആ ഒരു സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ എടുത്തോണ്ടാന്നോന്ന് അറിയത്തില്ല, കുറച്ച് കട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇങ്ങനെ എടുത്ത് കഴിച്ച് കുറച്ചായപ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു തിക്നെസ് ഒക്കെ മാറി. എന്നാലും എന്തോ ഒരു നമ്മൾ നോർമൽ ഐസ്ക്രീമിൻ്റെ ആ ഒരു സോഫ്റ്റ് മാതിരി എനിക്ക് തോന്നിയില്ല. പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി അവിടെ നിന്ന് കഴിച്ചൊക്കെ നോക്കി കേട്ടോ. അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ആ കിവിയുടെ ആ ഒരു ഫ്ലേവറും അതിൻ്റെ ആ ഒരു തരി ചെറുതായിട്ട് വായിൽ കടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത്. പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് നല്ല ദോശയൊക്കെ കഴിച്ചു കേട്ടോ. ദോശയും ചിക്കൻ കറിയും പൊറോട്ടയും പിന്നെ നല്ലൊരു ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ തിരിച്ചു വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.